ടോപ്പ് ട്യൂഷൻ്റെ സോഷ്യൽ സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 11 എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷനിൽ വരുന്ന പാർട്ട് 2 സെക്ഷനാണ്. സൗത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നതോടുകൂടി ആഫ്രിക്കൻസിന്റെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഫ്രീഡത്തിലൊക്കെ ലിമിറ്റേഷൻ വരികയും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻക്രീസ് ആവുകയും ചെയ്തു. ആഫ്രിക്കൻസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സംഘടന രൂപീകരിച്ചു. അതാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അത് ലഡ് ചെയ്തത് നെൽസൺ മണ്ടേലയാണ്. പിന്നീട് അവിടെ വന്നൊരു സിസ്റ്റമാണ് അപ്പാർത്തൈഡ് സിസ്റ്റം പറയുന്നത്. ഇതിനകത്ത് വൈറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും ബ്ലാക്സിന് കുറെ ലിമിറ്റേഷൻ വെക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആഫ്രിക്കൻസും പല നേതാക്കളും ഫൈറ്റ് ചെയ്യുകയും അവസാനം അപ്പാർത്തൈഡ് അബോളിഷ് ചെയ്യുകയും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഫ്രീഡം കിട്ടുകയും ചെയ്തു. പിന്നീട് നെൽസൺ മണ്ടേലനെ അവരുടെ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ സൗത്ത് ആഫ്രിക്കൻ പാർട്ടി ഏറ്റെടുക്കുകയും പുതിയ ലോസ് കൊണ്ടുവരികയും ചെയ്തു. ഈ ലോസ് ബ്ലാക്ക് പീപ്പിൾസിനെ വളരെ ഹേർട്ട് ചെയ്തു. അതിനകത്ത് ബ്ലാക്ക് പീപ്പിൾസിന്റെ ഫ്രീഡവും എഡ്യൂക്കേഷനൊക്കെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ലോസ് വന്നത്. അതോടൊപ്പം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻക്രീസ് ആവുകയും ചെയ്തു. ആഫ്രിക്കൻസ് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ഫ്രീ സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലോസും അതിന്റെ കോൺസിക്വൻസും ആണ്. അതിൽ ഫസ്റ്റ് ലോ പറയുന്നത് ദ മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട്. ഈ ആക്ട് പ്രകാരം സ്കിൽഡ് വർക്ക്സ് ഒക്കെ വൈറ്റ്സിനാണ് അവർ റിസർവ് ചെയ്ത് കൊടുത്തിരുന്നത്. സെക്കൻഡ് ആക്ട് പറയുന്നത് നേറ്റീവ്സ് ലാൻഡ് ആക്ട് ആണ്. ഇപ്പൊ റിസർവ് ആൻഡ് സ്പെഷ്യൽ ഏരിയാസ് ബ്ലാക്സിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്ലാക്സ് ആ ഒരു ഏരിയയിൽ ആ ഒരു ലാൻഡ് മാത്രം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് ഏരിയസിലുള്ള ലാൻഡുകൾ പർച്ചേസ് ചെയ്യാൻ അവർക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വരുന്ന ആക്ട് ആണ് ദ നേറ്റീവ്സ്, അതായത് അർബൻ ഏരിയാസ് ആക്ട്. ഇപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം എന്താ പറയുന്നത് വെച്ചാൽ ബ്ലാക്സിന് സിറ്റിയിലോട്ട് എൻറ്റർ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ നിന്നും റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ വരുന്നതാണ് സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട്. ഈ ഒരു ആക്ട് പ്രകാരം ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ബ്ലാക്സിനെ അവർ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. അവർക്ക് വോട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് നമുക്ക് നെൽസൺ മണ്ടേലനെ കുറിച്ച് പഠിക്കാം. നെൽസൺ മണ്ടേല ജൂലൈ 18, 1980 സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ചത്. അങ്ങേരുടെ ബർത്ത് നെയിം എന്ന് പറയുന്നത് റോലെഫ് ലെഹ്ല എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വന്നിട്ട് ഗാഡ്ല ഹെൻറി മണ്ടേല എന്നും അമ്മയുടെ പേര് വന്നിട്ട് നോസ്കെന്നി ഫാനി എന്നുമായിരുന്നു. അദ്ദേഹം ലോയില് ഡിഗ്രി എടുത്ത ആളായിരുന്നു. നെൽസൺ മണ്ടേലയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് ഫൗണ്ട് ചെയ്തത്. സൗത്ത് ആഫ്രിക്കൻസ് ഫേസ് ചെയ്ത പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. സൗത്ത് ആഫ്രിക്കൻസ് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്നു. അതിൽ ചിലതെന്ന് പറയുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ലിമിറ്റഡ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഡിനൈഡ് എഡ്യൂക്കേഷൻ, എക്കണോമിക് ഇനീക്വാലിറ്റി, പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ എന്നിവയൊക്കെ ആയിരുന്നു. മണ്ടേലയുടെ വർക്ക് ചെയ്ത മറ്റ് ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. സൗത്ത് ആഫ്രിക്കയുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നെൽസൺ മണ്ടേലയുടെ കൂടെ വർക്ക് ചെയ്ത മറ്റ് 3 ലീഡേഴ്സ് എന്ന് പറയുന്നത് വാൾട്ടർ സിസുലു, ഒലിവർ തംബോ, ഡെസ്മണ്ട് ടൂതു എന്നിവരൊക്കെ ആയിരുന്നു. അപ്പാർത്തൈഡ് എന്താണെന്ന് പഠിക്കാം. അപ്പാർത്തൈഡ് എന്ന് പറയുന്നത് ബ്ലാക്കിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. 1948 നിലവിൽ വന്ന നാഷണൽ പാർട്ടി അപ്പാർത്തൈഡിനെ ഒഫീഷ്യലി ലീഗലൈസ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് സൗത്ത് ആഫ്രിക്കയിലുള്ള വൈറ്റ്സിനായിരുന്നു കൂടുതൽ പ്രിവിലേജും ഇമ്പോർട്ടൻസും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ബ്ലാക്സിന് കുറെ റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസും അവർ വെച്ചിരുന്നു. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അപ്പാർത്തൈഡ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ലോസിനെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് ലോ പറയുന്നത് നേറ്റീവ് പാസ് ലോ ആക്ട്. അതായത് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പീപ്പിളിന് സ്പെഷ്യൽ പാസസ് വേണമായിരുന്നു. പിന്നെ വരുന്നത് ഗ്രൂപ്പ് ഏരിയാസ് ആൻഡ് സെഗ്രിഗേഷൻ ആക്ട്. അതായത് ജനങ്ങളിനെ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അവരുടെ റേസിന്റെ ബേസിസിലായിരുന്നു. അപ്പൊ ഇതിനെ ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ വരുന്നത് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട് ആണ്.
18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡ് അവർ കമ്പൽസറി ആക്കുകയാണ് ഈ ഒരു ആക്ട് പ്രകാരം ചെയ്തത്. പിന്നെ വരുന്നത് ഹോം ലാൻഡ് സിസ്റ്റം ബണ്ടു അതോറിറ്റീസ് ആക്ട് ആണ്. ബ്ലാക്സ് വന്നിട്ട് സ്പെഷ്യൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിന്റെ സിറ്റിസൺസ് ആയത് കാരണം അവർക്ക് സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ വരുന്നത് റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ആക്ട് ആണ്. ഇത് വന്നിട്ട് പാർക്ക്, ബീച്ച്, ഹോസ്പിറ്റലൊക്കെ സൈൻ ബോർഡ്സ് ഗവൺമെന്റ് വെച്ചിരുന്നു. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ അവിടെ ബ്ലാക്സിന് എൻട്രീസ് ഇല്ല, വൈറ്റ്സിന് മാത്രം എൻട്രി ഉള്ളു വേണ്ടിട്ടാണ് ഒരു ബോർഡ് വെക്കുന്നത്. പിന്നെ വരുന്നത് ബണ്ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. അതായത് ബ്ലാക്സിന് വന്നിട്ട് ട്രഡീഷണൽ എഡ്യൂക്കേഷന് റെസ്ട്രിക്ഷൻ ചെയ്യുകയാണ് ഈ ഒരു ആക്ട് പ്രകാരം ചെയ്തത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാം. ആഫ്രിക്കൻസിന്റെ ഫ്രീഡത്തിന് വേണ്ടി തുടങ്ങിയതായിരുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഇത് ലീഡ് ചെയ്തത് നെൽസൺ മണ്ടേലയായിരുന്നു. ഈ ഒരു മൂവ്മെന്റിൽ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ജനങ്ങളും പങ്കെടുക്കുകയുണ്ടായി. അതായത് വർക്കേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് പോലുള്ളവരൊക്കെ ഈ ഒരു മൂവ്മെന്റിൽ പങ്കെടുത്തു. അവരാദ്യം കുറെ ലോസ് ലംഘിക്കുകയാണ് ചെയ്തത്. അതായത് പാസ് ലോസ് ഒക്കെ ലംഘിച്ചു. അതോടൊപ്പം ഈ ലോ ലംഘിച്ചവരിനെയൊക്കെ ബ്രിട്ടീഷുകാർ ജയിലിലാക്കുകയും ചെയ്തു. അതിൽ നെൽസൺ മണ്ടേലയും ഉൾപ്പെട്ടിരുന്നു. 1956 നെൽസൺ മണ്ടേലയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പാർട്ടൈഡ് പോളിസി എങ്ങനെ അബോളിഷ് ചെയ്തു എന്ന് പഠിക്കാം. 1964 നെൽസൺ മണ്ടേലയെ വീണ്ടും ജയിലിലാക്കുകയും 26 വർഷം റോബൺ ഐലൻഡിലും അതുപോലെ പോൾസ്മൂർ ജയിലിലും അദ്ദേഹം സ്പെൻഡ് ചെയ്തു. പിന്നീട് UN വന്നിട്ട് അപ്പാർട്ടൈഡിനെ ഹ്യൂമൻ എഗെയിൻസ്റ്റ് ക്രൈമായിട്ട് പ്രഖ്യാപിച്ചു. അതോടൊപ്പം 1984 ഗവൺമെന്റ് വന്നിട്ട് ഈ ഒരു സ്റ്റേറ്റിനെ സ്റ്റേറ്റ് ഓഫ് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ നെൽസൺ മണ്ടേല 1990 റിലീസ് ആവുകയും അപ്പാർട്ടൈഡ് വന്നിട്ട് 1991 എൻഡ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം നെൽസൺ മണ്ടേലനെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ആക്കി 1994 അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ആഫ്രിക്കൻ ഇയർ എന്താണെന്ന് പഠിക്കാം. 1916 ആഫ്രിക്കൻ ഇയർ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ആഫ്രിക്കന്റെ ഫ്രീഡം സ്ട്രഗിളിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ ആണ്. 1960 വന്നിട്ട് 17 ആഫ്രിക്കൻ കൺട്രീസ് സ്വാതന്ത്ര്യം നേടി. 1960 സൗത്ത് ആഫ്രിക്ക വന്നിട്ട് പാസ് ലോന് എതിരായി നിന്നപ്പോൾ ഷാർപ്വില്ലയിൽ കൂട്ടക്കൊല നടന്നത്. അതേസമയം 1960 തന്നെയാണ് സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് ആംഡ് റിബല്യൻ സ്റ്റാർട്ട് ചെയ്തതും. ഇനി റോബൻ ഐലൻഡിനെ കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ കാലാപാനിയിലുള്ള സെല്ലുലാർ ജയിൽ എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് റോബൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഐലൻഡിലൂടെയായിരുന്നു ആഫ്രിക്കൻ ഫ്രീഡം ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്ത ആഫ്രിക്കൻ ഫ്രീഡം ലീഡേഴ്സിനെ എക്സൈൽ ചെയ്ത് പറഞ്ഞ രാജ്യത്തിൽ നിന്നും പുറത്താക്കിയത്. ഇപ്പൊ നെൽസൺ മണ്ടേല ഈ ഒരു ജയിലിൽ 8 വർഷത്തോളം കടന്നിരുന്നു. നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസ്സിന്റെ ഒരു സമ്മറിയാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനെ കുറിച്ചിട്ടായിരുന്നു. പിന്നീട് അവിടെയുള്ള ഭരണത്തിന്റെ ലോസും അതുപോലെ കോൺസിക്വൻസ് ഒക്കെ കുറിച്ചിട്ട് പഠിച്ചു. പിന്നെ നെൽസൺ മണ്ടേല ആരാണെന്ന് പഠിച്ചു. സൗത്ത് ആഫ്രിക്കക്കാർ ഫേസ് ചെയ്ത ഓപ്പറേഷൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് പിന്നീട് നമ്മൾ പഠിച്ചത്. പിന്നീട് നമ്മൾ പഠിച്ചത് അപ്പാർട്ടൈഡും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലോസും അതുപോലെ ആ ലോസ് കാരണം ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പഠിച്ചത് സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റും അതുപോലെ അപ്പാർട്ടൈഡ് പോളിസി എങ്ങനെ അബോളിഷ് ചെയ്ത് എന്നതിനെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ആഫ്രിക്കൻ ഇയറും റോബൻ ഐലൻഡിനെ കുറിച്ചിട്ടുമാണ്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.